അത് തന്നെയാ ഞാനും പറഞ്ഞത്. അവിടം വിട്ടാൽ ആദിവാസി കേന്ദ്രം, അല്ലാതെ അവൻ എവിടെ പോവാനാ? അതെ, അവരൊക്കെ അവന്റെ പഴയ ആൾക്കാരാ. ഏയ്, നാട്ടിലേക്ക് വന്നിട്ടില്ല. വന്നാ ഞാൻ അറിയും. ആ, ഞാനും കുറച്ചുപേരെ വിടുന്നുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയാൽ ലാഭം സർക്കാർ തന്നെയാ, തൂക്കുകയർ ലാഭം. അതെ. എന്തോ? അരവിന്ദൻ യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. പോലീസിനെ പറ്റി പേടിക്കണ്ട. SP ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അവനെ മലയടിവാരത്തിൽ എവിടെയെങ്കിലും കാണും. ആൾക്കാരെ വേണമെങ്കിൽ ഇനിയും കൂട്ടിക്കോ. ശരി. ചിലവിനെ പറ്റി നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടണ്ട. എന്ത് ചെലവ് വന്നാലും ഞാനത് ചെയ്യും. അപ്പൊ പറഞ്ഞ പോലെ. ശരി മുതലാളി. എന്നാ ചെല്ല്. അമ്മവാ, ഞാൻ നാളെ പോവും. എന്താ നിനക്ക് എത്ര തിടുക്കം? 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലേ? ഇല്ല, അതാ 2 പേര് ആനുവൽ ലീവാ. ഒരാള് ഫോറിനിൽ പോയി. അതുമല്ല, കാഷ്വാലിറ്റിയുടെ ചാർജ് ഇപ്പൊ എനിക്കാ. അവിടെയാണേൽ 2-3 ഹൗസ് സർജൻസേ ഉള്ളൂ. പിന്നെ നാളെ ക്ലാസ്സും എടുക്കണം. അമ്മവാ, ആ പോയതൊക്കെ ആരാ? ആ, നീ പത്രത്തിൽ വായിച്ചില്ലേ? അരവിന്ദൻ. അവൻ ജയിലിയാടി. നാട്ടിൽ ഇവിടെ ഉണ്ട്. കണ്ടാൽ കൊന്നുകളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞു. ശവൻ ഞാൻ പാർട്ടിക്ക് സംഭാവന ചെയ്യും. വേണമെങ്കിൽ 10,000 രൂപയും കൊടുത്തേക്കാം. രക്തസാക്ഷി ഉണ്ടോ മണിയട്ടെ? ദൈവം ഉണ്ടടി കൊച്ചേ. 5 വർഷം മുമ്പ് ഇതേ ദിവസമാ ഈ മുറ്റത്ത് വെച്ച് അവൻ നിന്റെ അച്ഛനെ കൊന്നത്. ഇന്ന് അവന്റെ ശവം ഞാൻ ഈ മുറ്റത്ത് കിടത്തും.